ഏറ്റവും ബഹുമാന്യനായ സോളാറിൻ്റെ അധ്യക്ഷൻ പണ്ഡിറ്റ് രമേശ് നാരായണൻ, ഗീവർഗീസ് യോഹന്നാൻ സാർ തുടങ്ങി മഹത്തുക്കൾ ഇരിക്കുന്ന കേഴാച്ചേരി രാമേന്ദ്രൻ സാർ തുടങ്ങി മഹത്തുക്കൾ ഇരിക്കുന്ന ഒരു വേദിയിലാണ് നമ്മൾ നിൽക്കുന്നത്. ഞാൻ ഏകദേശം കുറേ കവിതകളും കുറേ പാട്ടുകളും ഒക്കെ എഴുതിയിട്ടുണ്ട്. സാഹിത്യം, കവിത എന്നൊക്കെ കേൾക്കുമ്പോൾ ഓടി വിളിക്കൊണ്ടിരുന്ന ഞാൻ എൻ്റെ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഈ വള്ളിമീറ്റർ മാറി മുണ്ടെടുക്കാനുള്ള ഒരാവേശത്തിൽ, ഞങ്ങളുടെ ഒരു നാടൻ ഗ്രാമമാണ്, അങ്ങനെ മുണ്ടെടുത്തു തുടങ്ങിയ ആവേശത്തിൽ ഒരു പ്രാസംഗികം വന്നപ്പോൾ ഒരു രാധമ്മ ടീച്ചറിനെ അടിച്ചുകൊണ്ടിരുത്തിയതാണ് കേഴാച്ചേരി രാമേന്ദ്രൻ സാറിൻ്റെ പ്രസംഗം കേൾക്കാൻ. കേട്ടില്ല? അത് ഞാനിപ്പോൾ ഈ സ്റ്റേജിൽ ഈ വേദിയിൽ ഞാൻ ഓർത്തതാണ്. യഥാർത്ഥത്തിൽ അന്ന് ആ സ്ഥലത്ത് എൻ്റെ 8ാം ക്ലാസ് സമയത്ത് ഞാൻ അന്ന് കേട്ട 2 മണിക്കൂർ പ്രസംഗം അതിങ്ങനെ പെരുമഴ പൊഴിയുന്ന പോലെ ഇങ്ങനെ വീട്ടിൽ ഞാൻ എപ്പോഴും ഓർക്കുന്നു. ഈ വള്ളിയിൽ നിന്നും ചെമ്മേ പൂക്കൾ പോകുന്നിതാ പറന്നമ്മേ. കുമാരനാശാന്റെ ആ കവിതയ്ക്ക് അദ്ദേഹം പാടിയ കേൾവിയുടെ ഒരു സുഖം, പെരുമഴ പൊഴിയുന്നത് പോലെയുള്ള ആ ഒരു പ്രഭാഷണ കലയുടെ സുഖം ഞാൻ അധികമായൊന്നും അനുഭവിച്ചിട്ടില്ല. സത്യത്തിൽ അന്ന് എനിക്ക് തോന്നി എന്തെങ്കിലുമൊക്കെ എഴുതണം. സത്യം പറയാം, പ്രസംഗിക്കാൻ വേണ്ടി പറയില്ല. ഞാൻ നിങ്ങളെ കൂടുതലുള്ള ഒരാളല്ല. ഞാൻ പ്രസംഗിക്കാൻ വേണ്ടി വന്നല്ല, പ്രസംഗിക്കാൻ വേണ്ടി പറയുകയൊന്നുമല്ല. അന്ന് എനിക്ക് തോന്നിയത് എന്തെങ്കിലും വലുതാവുന്നതിന് എന്തെങ്കിലും എഴുതണം. അങ്ങനെ ആ സമയത്തൊക്കെ ഞാൻ വനത്തിനെ കുറിച്ച് അന്ന് പിറ്റേ ദിവസമൊക്കെ ഒരു കവിതയൊക്കെ എഴുതി വെച്ച ഈ പറഞ്ഞ പോലെ വെളിച്ചം കാണിക്കാൻ നാണക്കേട് കൊണ്ട് ഞാൻ ആരെയും കാണിച്ചില്ല. യഥാർത്ഥത്തിൽ ഒരു വഴുത്തിരിവിന് കാരണക്കാരൻ ഈ പ്രഗത്ഭനായ അദ്ദേഹത്തിന് പ്രസംഗമായിരുന്നു എന്ന് ഈ വേദിയിൽ ഞാൻ പറഞ്ഞില്ലെങ്കിലും അത് ഞാൻ അദ്ദേഹത്തോട് ചെയ്യുന്ന നന്ദികേടായിരുന്നു. സോളാറിനെ കുറിച്ച് എല്ലാവരും ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. സോളാർ യഥാർത്ഥത്തിൽ വലിയ സംഭവമൊന്നുമില്ല. ഇതൊരു സ്നേഹ കുടുംബമാണ്. നമ്മളെല്ലാവരുടെയും ഉള്ളിൽ നന്മയുണ്ട്. ഈ നന്മയെ ഉള്ളിൽ കിടക്കുന്ന, ഉറങ്ങിക്കിടക്കുന്ന ഈ നന്മയെ പ്രോജ്വലമാക്കി എടുക്കാൻ പറ്റുന്ന നമ്മുടെ സർഗാത്മകതയെ നമുക്ക് പ്രോജ്വലമാക്കി എടുക്കാൻ പറ്റുന്ന, ആത്മാവിനെ പ്രോജ്വലമാക്കി എടുക്കാൻ പറ്റുന്ന കലയുടെ, സ്നേഹത്തിൻ്റെ, നന്മയുടെ ഒരു കുടുംബമാണ് സോളാർ. മനുഷ്യൻ എന്ന പദത്തിന് വിളിക്കാൻ അർഹതയുള്ളവരെല്ലാവരും സോളാർ കുടുംബാംഗങ്ങളാണ്. അങ്ങനെയുള്ളൊരു സ്നേഹ കുടുംബത്തിൻ്റെ വളർച്ച, അതാണ് സോളാറിൻ്റെ വളർച്ച എന്നുള്ളത്. അതിൻ്റെ പങ്കാളികൾ ഏകദേശം 8 മാസക്കാലം മാത്രമേ ആയിട്ടുള്ളൂ. ഇപ്പം നേരത്തെ സജിമൻ സാർ പറഞ്ഞ പോലെ സ്കൂൾ മിഷൻ, ക്യാൻസർ പദ്ധതികൾ, കുട്ടികൾ ഇപ്പോൾ ഈ ഡോക്ടർ മുരളി മോഹൻ സാറിൻ്റെ ഒക്കെ നേതൃത്വത്തിൽ ഇവിടെയും നടത്തി. കുഞ്ഞുങ്ങൾ കണ്ടുവരുന്ന മയക്കുമരുന്നും കഞ്ചാവും അതുപോലെ വീടുകളിൽ അവരെ പേടിച്ച് ജീവിക്കേണ്ടുന്ന ഗതികേട്ടിലേക്ക് രക്ഷകർത്താക്കൾ എത്തിപ്പോകുന്ന ആ ഒരു തരം മാനസിക വൈകല്യങ്ങളിലേക്ക് പോകുന്ന കുട്ടികളുടെ പുനരുദ്ധാരണം മുതൽ സോളാർ മൈൻഡ് വിഷയത്തിൽ പിടിക്കുന്നു. ആ മുരളി മോഹൻ സാറിനെയൊക്കെ എത്രയോ ഇന്റർനാഷണൽ തലത്തിൽ പ്രഗത്ഭനായ സൈക്കോളജി കൗൺസിലറാണ്. അദ്ദേഹത്തിൻ്റെ സ്റ്റുഡൻസ് തന്നെ ഈ കൂടെ പലരും ഇരിക്കുന്നു. അദ്ദേഹമൊക്കെ ഏറ്റവും താഴേക്ക് ഇറങ്ങി വന്ന സോളാറിലേക്ക് പ്രവർത്തിക്കുകയാണ്. അതേപോലെ തന്നെ ഒരു താരാമാമുണ്ട്, യോഗയുടെ ഒരു ഇന്റർനാഷണൽ, അതായത് ശരീരം കൊണ്ട് ചലനശേഷി ഇല്ലാതായി പോയ ശരീരം കൊണ്ട് വിഷമിച്ച കാലത്ത് അതിൽ നിന്ന് മനസ്സുകൊണ്ട് യോഗ ചെയ്ത് തുടങ്ങി രക്ഷപ്പെട്ട ആളാണ് താരമാമ. അങ്ങനെയുള്ള സാരമാമിൻ്റെയൊക്കെ മെഡിക്കേഷൻ
ഓരോ ജില്ലകളിലെയും ഓരോ പ്രവർത്തകരുടെയും, ഇപ്പൊ വയനാട്ടിൽ നിന്ന് സുനിൽ ബാബു, ശശി സാറൊക്കെ വയനാട്ടിൽ നിന്ന് സുൽത്താൻ ബത്തേരിയിൽ നിന്ന് വന്നിരിക്കുകയാണ്. മലയും പിന്നെ കാടും ഒക്കെ ഇടിഞ്ഞു കിടക്കുന്ന സ്ഥലത്ത് നിന്ന് യാത്ര ചെയ്ത് വന്നിരിക്കുകയാണ് അവർ. തിരുവനന്തപുരത്തെ ബസ്സിൽ വന്നു. അതുപോലെ പത്തനംതിട്ടയിൽ ജയ ടീച്ചർ, ഇവരൊക്കെ ജയ ടീച്ചറൊക്കെ ചീഫ് കോർഡിനേറ്ററാണ്, ഇതിന്റെ സോളാറിന്റെ ചീഫ് കോർഡിനേറ്ററാണ്. അതുപോലെ ചേർത്തലയിൽ നിന്ന് രവി രമണന്മാരെന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം മലയാളി മനോരമയിൽ ഭയമായിട്ടുള്ള ആ രവി രമണന്മാരെ തുടങ്ങിയിട്ടുള്ള ഇവരുടെ എല്ലാവരുടെയും കൂടെ ഒരു സ്നേഹത്തിന്റെ കൂട്ടായ്മയാണ്, പ്രവർത്തനത്തിന്റെ കൂട്ടായ്മയാണ് യഥാർത്ഥത്തിൽ സോളാർ എന്ന് പറയുന്നത്. അപ്പൊ നേരത്തെ യോഹന്നാൻ സാറ്, ഞാൻ ആദ്യം സാറെ എന്ന് വിളിച്ചു തുടങ്ങി, പിന്നീട് ഞാൻ അച്ചായ എന്ന് വിളിച്ചു തുടങ്ങിയതാണ്. കാരണം ഞാൻ പറഞ്ഞു സാറെ എന്ന് വിളിക്കുമ്പോൾ ആഗ്രഹമുണ്ട്, ഞാൻ അദ്ദേഹത്തോട് സാറെ എന്ന് വിളിക്കുമ്പോൾ ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഞാനും ഈ അച്ചായ എന്ന് വിളിക്കുന്നു. കാരണം അതൊരു മനസ്സിൻ്റെ ചില മനുഷ്യർ അടുക്കുമ്പോൾ, ചില മനുഷ്യർ അടുത്ത് നിൽക്കുമ്പോൾ നമുക്കൊരു പ്രകാശം അനുഭവം, ഒരു പോസിറ്റിവിറ്റി അനുഭവം. എനിക്ക് അങ്ങനെ അനുഭവപ്പെട്ട ആളാണ്. അതുകൊണ്ട് എനിക്ക് അന്നേ അറിയാം. ആദ്യം കാണാൻ പോയപ്പോഴേ എനിക്കറിയാം. ഞാനൊന്ന് ടി വി ടീച്ചറുണ്ട്, സജിമോൻ സാറുണ്ട്, എല്ലാവരും ഉണ്ട്. ഞാൻ പറഞ്ഞൊരു വാക്കുണ്ട്, ഇത് നമ്മുടെ കാരണവരാണ് എന്ന് പറഞ്ഞൊരു വാക്ക്. ഇത് നമ്മുടെ ഒരു കാരണവരാണ് എന്ന് പറഞ്ഞ് അത് അർത്ഥവത്താകുന്നു. നമ്മളെല്ലാം സ്നേഹത്തിൻ്റെയും ഒരിക്കലും ഒരു കാലത്തും ഇനി എന്ത് പദവിയും പ്രശസ്തിയും പണവും എന്തെല്ലാം കിട്ടുമെന്ന് പറഞ്ഞാലും ശരി, സ്വാർത്ഥതയുടെ അധികാരത്തിന്റെ ഇതിന്റെ ഒന്നും ഒരു കണിക പോലും നമ്മൾ ഉണ്ടാകാതെ എല്ലാ പ്രസ്ഥാനങ്ങളും താഴോട്ട് പോയി വലിയ ഗംഭീരമായിട്ട് വന്നിട്ട് എല്ലാ പ്രസ്ഥാനങ്ങളും താഴോട്ട് പോയിരിക്കുന്ന ഏറ്റവും വലിയ ഗതികേട് എന്ന് പറയുന്ന സ്വാർത്ഥതയും അധികാരത്തിന് വേണ്ടിയിട്ടുള്ള നെട്ടോട്ടമൊക്കെയാണ്. ഇതൊന്നും നമ്മളിലുണ്ടാകാതെ എന്നും സ്നേഹത്തിന്റെ, ആത്മസംതൃപ്തിയുടെ, ആത്മകലയുടെ കൂട്ടായ്മയായിട്ട് സോളാർക്ക് മാറുവാൻ ഇതിന്റെ എല്ലാ ഘടകങ്ങളും ഇപ്പൊ ഇവിടെ നടക്കുന്നതാണെങ്കിലും ആലപ്പുഴ നടക്കുന്നതാണെങ്കിലും വയനാട്ടിൽ നടക്കുന്നതാണെങ്കിലും ഗോവയിലൊക്കെ ആളുകൾ വന്നിട്ടുണ്ട്. ഗോവയിൽ നടക്കുന്നതാണെങ്കിലും ബാംഗ്ലൂർ നടക്കുന്നതാണെങ്കിലും ഒത്തിരി പറക്കും ആകാശത്ത്. പക്ഷെ ചരട് ഈ കേന്ദ്ര നേതൃത്വത്തിലായി ഒരുപാട് പട്ടങ്ങൾ ആകാശത്ത് പറക്കുമ്പോൾ ഒരു വൗച്ചർ അല്ലെങ്കിൽ ഒരു റെസീറ്റ് എഴുതപ്പെടുന്നത് തിരുവനന്തപുരത്തായിരിക്കും, അല്ലെങ്കിൽ എഴുതിയായിരിക്കും. അതുകൊണ്ട് ഇതിന്റെ ഭാവി പ്രവർത്തനങ്ങളിൽ ആർക്കും ആശങ്ക വേണ്ട. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പ്രവർത്തിക്കാം. കൂടുതൽ ന്യായമൊന്നും പറയാനില്ല, ഒത്തിരി പ്രശ്നങ്ങളും നടത്താനില്ല. നമുക്ക് എല്ലാവർക്കും കൂടെ ചേർന്നെങ്കിൽ പ്രവർത്തിക്കാൻ നാളത്തെ മനുഷ്യരില്ലേ സന്തോഷമായിട്ട് കൂടുവാണ്. അതിനെ ഞാൻ ക്ഷണിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ സമർപ്പിക്കുന്നു.